ചേട്ടാ, ഈ 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോട്ടറി അടിക്കുന്ന പോലെയാണ് ഈ 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ. ഇതെങ്ങനെയാണ് ഈ 10 ലക്ഷം ഒപ്പിച്ചെടുത്തത്? തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടിയാണ് ജെഫേഴ്സ് മീഡിയയുടെ മുന്നിൽ നിൽക്കുന്നത്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് സംഘർഷാവസ്ഥയിലാണ് നമ്മുടെ ആ വീഡിയോ വന്നത്. പക്ഷേ ജനകീയ സമിതിയുടെ മുമ്പാകെ പൊതു കളിസ്ഥലം എന്ന സ്വപ്നത്തിന് വേണ്ടി നടന്നു. അപ്പോൾ ജനകീയ സമിതി അത് വലിയൊരു പ്രൊജക്റ്റാണ്, 1 ഏക്കറിൻ്റെ അടുത്ത് വരുന്ന കോടി കണക്കിന് രൂപയുടെ ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ ജനകീയ സമിതിയുടെ ജീവനാഡിയായിട്ടുള്ള ഈ പുറകിൽ നിൽക്കുന്ന ഈ യുവജനത, ഈ കാടുകുറ്റിയുടെ പുലിക്കുട്ടികളുടെ മുന്നിൽ പഞ്ചായത്ത് ഭരണസമിതി ഒരു 10 ലക്ഷത്തിൻ്റെ പ്രൊജക്റ്റാണ്, അതായത് 10 ലക്ഷം തുക കണ്ടെത്തണമെന്നാണ് അന്നത്തെ ആദ്യ യോഗത്തിൽ, പ്രാരംഭ യോഗത്തിൽ പറഞ്ഞത്. ഏറ്റവും ധീരതയോടുകൂടി ഒരു ആവേശത്തോടുകൂടി ഏറ്റെടുത്ത ഒരു യുവജനതയാണിത്. ഒരു സമ്മാന കൂപ്പണിലൂടെയാണ് ഈ 10 ലക്ഷം ഞങ്ങൾ ടാർഗറ്റ് ഇട്ട് അതിന് മുന്നോട്ട് പോയത്. അതിൽ 3-4 സമ്മാനങ്ങൾ സ്പോൺസർ കിട്ടി, 2 സമ്മാനങ്ങൾ ഇതിൽ നിന്ന് പിരിച്ചെടുത്ത ഫണ്ടിൽ നിന്ന് തന്നെയാണ് കൊടുത്തത്. എല്ലാവരും വലിയ ചെറിയ ചെറിയ ജോലികളൊക്കെ നടത്തി നിത്യവരുമാനത്തിന് വേണ്ടി ഓടുന്നവരും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ കൂട്ടായ്മയിലുള്ളത്. തീർച്ചയായിട്ടും ഇവർ ഇതിന് മുന്നിൽ നിന്നിട്ട് ഇന്നൊരു ലീഡർ എന്ന് പറയാതെ എല്ലാവരും ഒരു വാട്സപ്പിന് ഇതിനു വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളിത് ഇറങ്ങുകയാണ്, നിങ്ങൾ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനു വേണ്ടി മോട്ടിവേറ്റ് ചെയ്തിട്ട് ജിനോ അല്ലെങ്കിൽ ജൂട്സൺ സജി അങ്ങനെ ഫ്ലാവിൻ ഷിൻഡോ കുറച്ച് ആളുകൾ എപ്പോഴും വരും, മെസ്സേജ് ഇടും. അതിനെ തുടർന്ന് അതിൻ്റെ റെസ്പോൺസ് വരും. ആ കൂപ്പണായിട്ട് ഇറങ്ങും, എല്ലാ വീടാന്തരം കയറി ഇറങ്ങും. പക്ഷെ വളരെ നല്ലൊരു സമീപനമാണ് ഞങ്ങൾ സമീപിച്ചവരൊക്കെ. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് 500 രൂപ കാലത്ത് വലിയൊരു തുകയാണ്, പക്ഷേ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് തന്നത്. ഇനി ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരു 100 രൂപ ചലഞ്ചിൻ്റെ പരിപാടികൾ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാടുകുറ്റിയിലെ ഉശിരന്മാരായിട്ടുള്ള യുവാക്കളുടെ മുന്നിലാണ്. ഈ രാഷ്ട്രീയങ്ങൾ പലതും ഉണ്ടെങ്കിലും നാടിൻ്റെ രാഷ്ട്രീയം ചേർത്ത് പിടിച്ചതും നാട്ടിലെ എല്ലാ യൂത്തിനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഗ്രൗണ്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഇടപെട്ട ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് എൻ്റെ പറയുന്നത് നിൽക്കുന്നത്. ഇവർ ഈ കാടുകുറ്റി പഞ്ചായത്തിൻ്റെ അഭിമാനമാണ്. ഞാൻ ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു. അന്ന് വളരെ വിഷമത്തോട് കൂടിയിട്ട് ഈ ഗ്രൗണ്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ എന്നുള്ള ഒരു ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് ഈ യുവജനത, ഈ കാടുകുറ്റിയിലെ യുവജനത, അതായത് നാടിൻ്റെ രാഷ്ട്രീയം, നല്ല രാഷ്ട്രീയം ചേർത്ത് പിടിച്ച ഈ യുവത ഈ ഗ്രൗണ്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ ടാർഗറ്റ് വെച്ചപ്പോൾ 10 അതിന് മേലുള്ള ലക്ഷങ്ങൾ വന്നാലും ഞങ്ങൾ ഒരുമിച്ച് നിന്ന്, ഞങ്ങൾ ചേർത്ത് നിന്ന്, ചങ്കാണ് ഞങ്ങൾ, ഈ കാടുകുറ്റിയുടെ ചങ്കാണ്, ഹൃദയമാണ് ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ടല്ല, ഇതിനപ്പുറമുള്ള സ്വപ്നങ്ങൾ ഞങ്ങൾ നേടിയെടുക്കും എന്ന് ഉറച്ച നിശ്ചയദാർഢ്യത്തോടു കൂടി ഇതാ 10 ലക്ഷം രൂപ ടാർഗറ്റ് നേടിയെടുത്ത് അതിൻ്റെ നറുക്കെടുപ്പ്, കൂപ്പൻ്റെ നറുക്കെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. ഇതിനുവേണ്ടി ഒരുപാട് പേരുടെ പ്രയത്നം ഉണ്ടായിട്ടുണ്ട്. പൊക്കം പ്രദേശത്ത് അടക്കമുള്ള പ്രിയപ്പെട്ടവർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, സുമനസുകൾ, ഒരുപാട് പേര് ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വലിയൊരു സാക്ഷാത്കാരത്തിന് പോവുകയാണ്. അവർ ആ 10 ലക്ഷത്തിന്റെ ടാർഗറ്റ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ പറയാനൊക്കെ നമുക്ക് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷെ ഈ കുട്ടികള് ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയങ്ങളിലും അവധി ദിവസങ്ങളിലും മാത്രം ഈ നാട് ഒട്ടൊക്കെ ഇറങ്ങി ഈ 500 രൂപയുടെ കൂപ്പൺ വിറ്റ് 10 ലക്ഷത്തിന്റെ ടാർഗറ്റിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നല്ല ഒരുപാട് റിസ്ക് ഉള്ള പണി തന്നെയാണ്. അവരുടെ കൂടെ നമ്മുടെ ഡേസി മെമ്പറും ഇവിടെ പാടുകുറ്റി നമ്മുടെ വാർഡിന്റെ കൺസെന്റ് വാർഡിന്റെ മെമ്പർ 3-ാം വാർഡിന്റെ ഡേസി മെമ്പർ കുറെ അവർക്ക് ഒപ്പം സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലീന മെമ്പറും വൈസ് പ്രസിഡന്റ് രാജ്യ മെമ്പറും ഒക്കെ അവരുടെ കൂടെ കുട്ടികളുടെ കൂടെ ഇറങ്ങി നടന്നിട്ടുള്ള മെമ്പർമാരെ ഞാൻ പറഞ്ഞത്. ആ രീതിയിലേക്ക് പോയി ബാക്കി പൈസ മുഴുവൻ പഞ്ചായത്ത് കണ്ടെത്തണം. ഈ അവസരത്തിൽ ഒരു സന്തോഷ വാർത്ത ഞാൻ പറയാണ്. ഞങ്ങളും ഏകദേശം 10-ാം തീയതിക്കുള്ളിൽ നമുക്കിത് തീർന്നെടുക്കണം. 5, 6, 7 തീയതിയിലേക്ക് ആയിട്ട് പേപ്പർ നമ്മൾ എഴുതാൻ കൊടുക്കും. അപ്പൊ തീർന്നെടുക്കുമ്പോ ഇവര് 10 ലക്ഷത്തിന് ഇവർ വെച്ച ടാർഗറ്റും ഞങ്ങൾ വെച്ച ടാർഗറ്റിലും ഏകദേശം 90% നമ്മളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ അവസരത്തിൽ അഭിമാനത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ നടന്ന കമ്മിറ്റിയിൽ ഞാൻ എല്ലാ ഭരണസമിതിയുടെ മുമ്പാകെ പറഞ്ഞു, ഇനി എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ചാലും അവരുടെ ആ കഷ്ടപ്പാടിന്റെ അത്രയും വരില്ല നമ്മുടെ കഷ്ടപ്പാട്. എന്തായാലും നമ്മൾ ഈ സ്ഥലം മെയ് മാസം 10-ാം തീയതിക്കകം നമ്മൾ തീർന്നെടുത്തിരിക്കും. നമ്മൾ പറഞ്ഞ സ്ഥലം എന്തായാലും നമ്മൾ തീർന്നെടുത്തിരിക്കും. കുട്ടികൾ പല ലഹരികളിലേക്കും പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കളിസ്ഥലങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. കുട്ടികൾ കളിസ്ഥലങ്ങളിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്വഭാവത്തിൽ വലിയൊരു വ്യത്യാസമുണ്ടാകും. ലഹരികൾക്ക് അടിമപ്പെടാതെ കായികം അല്ലെങ്കിൽ സ്പോർട്സ് ഒരു ലഹരിയായി അവരുടെ സിരകളിൽ എത്തുകയും മറ്റു ദുർമാതൃകളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യും. ചിരകാല സ്വപ്നമായ കളിസ്ഥലം, സ്വന്തമായൊരു കളിസ്ഥലം നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ പ്രസിഡന്റിന്റെ ഏറ്റവും ദൃഢനിശ്ചയം തന്നെയാണ് ഞങ്ങളുടെ ഊർജം.
എന്തായാലും ഈ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരുപാട് സുമനസ്സുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ ജനകീയ സമിതിയിലെ കുട്ടികൾ, യുവാക്കൾ അടക്കം ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി വളരെയധികം സഹകരിച്ചിട്ടുണ്ട്. നാട്ടിലെ യുവതയുടെ ജനകീയ ആവശ്യം നേടിയെടുക്കാൻ ഒരുമിച്ച് ശ്രമിച്ച, ഒരുമിച്ച് ഇതിന് കൂടെ നിന്ന എല്ലാവരെയും പ്രത്യേകം ഞാൻ ഈ കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന രീതിയിൽ കുടുംബം മറന്ന്, ജോലി മറന്ന്, മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ മറന്ന്, ആഘോഷങ്ങൾ മറന്ന് ഈ ദിവസങ്ങളൊക്കെയും ഇവർ ഈ 10 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന്റെ തത്രപ്പാടിലായിരുന്നു. ഏതായാലും ഇവിടുത്തെ യുവജനങ്ങളാണ് ഇതിനു വേണ്ടി ഏറെ കഷ്ടപ്പെട്ട് മുന്നിട്ട് വന്നത്. ആ യുവജനങ്ങളെ, കാരണം എന്ത് വില കൊടുത്തും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ്യേണ്ടത്? കാരണം ഇവിടെ പ്രസിഡന്റിന് മുമ്പിൽ പലപ്പോഴും യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവിടുത്തെ യുവജനങ്ങൾ പറയുന്നതാണ്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അത് പറഞ്ഞാൽ മതി, അത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പോഴാണ് പ്രസിഡന്റ് 10 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞത്. അവർ പറഞ്ഞു 10 ലക്ഷം രൂപ എന്ത് വില കൊടുത്ത് ഞങ്ങൾ ഉണ്ടാക്കും. അതിനുവേണ്ടി ഒരുപാട് യത്നിച്ച, കാരണം ഇവിടുത്തെ അത്രയും കാരണം ഞങ്ങൾക്ക് വേണം എന്നുള്ളൊരു ആവേശത്തോടു കൂടി ഒറ്റക്കെട്ടായിട്ട് മറ്റുള്ളവർക്ക് മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം വഹിച്ച എല്ലാ യുവജനങ്ങളെയാണ് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാടുകുറ്റി ഗ്രാമപഞ്ചായത്തും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു കൊണ്ടുപോൽ കൂടി ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതിനൊപ്പം നിന്നിട്ടുള്ളത് മുഴുവൻ പേരാണ്. കാടുകുറ്റി സർവീസ് സഹകരണ ബാങ്കും ഒട്ടും മോശമല്ലാത്തൊരു തുക തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സഹായം തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അത് ബാങ്കിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് ഇവിടെ വാക്ക് പറയുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ദൃഢനിശ്ചയത്തോടുകൂടി ഇത് നടത്താൻ കഴിയും എന്നുള്ള ചിന്തയിൽ തന്നെയായിരുന്നു. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഊർജം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നതായിരുന്നു. ജനകീയ സമിതി എന്നുള്ളത് സമിതി രൂപീകരിക്കാമെന്നും അവരിലൂടെ കുറെ കാര്യങ്ങളായി മുന്നോട്ട് പോകാമെന്നും പഞ്ചായത്തും ജനകീയ സമിതിയും കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നത്. ജനകീയ സമിതിയിൽ വന്ന എല്ലാവരും ഒരേ സ്വരത്തില് നമുക്ക് എന്തായാലും ഈ കളിസ്ഥലം ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ വാങ്ങിയെടുക്കണം എന്നുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി എല്ലാവരും മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇപ്പോ നമ്മളൊരു 50 സെന്റിന്റെ തീറാണ് ഉദ്ദേശിക്കുന്നത്. മെയ് 10-ാം തീയതിക്ക് നിങ്ങളുടെ പൈസ ഒപ്പം പഞ്ചായത്തിന്റെ, അതായത് പഞ്ചായത്ത് ജനകീയ സമിതിയിൽ ഉൾപ്പെടുന്നെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി പൊതുജനങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട ഒരു സമിതിയാണ്. ഈ ഒരു സ്ഥലം നമ്മുടെ കൈമോശം വരും, വേറൊരാൾക്ക് പോകുമെന്നൊരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ജനകീയ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ബെനഡിക്റ്റ് സിമേദി അദ്ദേഹം അഡ്വാൻസ് ചെയ്ത് പൈസ കൊടുക്കുകയും ആ പാർട്ടിയിൽ നിന്ന് ഭൂമി പിടിച്ചിടുകയും അതിനുവേണ്ടിയുള്ള ഒരു സാവകാശവും ഇതൊക്കെ ഒരുക്കി തരികയും ചെയ്തു. ഇന്ന് ആദ്യഘട്ടം 50 സെന്റ്, അടുത്ത 50 സെന്റിനുള്ള പ്രവർത്തനങ്ങളായിട്ട് അത് സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ CSR ഫണ്ട് അതിൻ്റെ സാങ്കേതികത്തൊക്കെ നോക്കി ഭരണസമിതിയും ആളുകളും ചേർന്നപ്പോൾ പൊതുജനങ്ങളും ഈ ജനകീയ കമ്മിറ്റിയുടെ ഈ യുവ സുഹൃത്തുക്കളുടെ മുഴുവൻ സഹകരണം ഇനിയുള്ള ഘട്ടങ്ങളിൽ ഉണ്ടാവും. 10 ലക്ഷമാണ് നമുക്ക് ടാർഗറ്റ് വെച്ചത്. എങ്കിലും പഞ്ചായത്ത് പറഞ്ഞായിരുന്നു 1 ലക്ഷം തരുന്നവർക്ക് നമുക്ക് 1 സെന്റ് അവിടെ പേര് ശിലാഫലകത്തിൽ വെക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പിടിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ആ രീതിയിലേക്ക് ഞങ്ങൾ ചർച്ച ചെയ്ത് ഇങ്ങനെ പോയപ്പോഴാണ് നമ്മുടെ പിള്ളേർ സെറ്റ് തന്നെ എല്ലാവരും പറഞ്ഞു നമുക്കൊരു സെന്റ് എടുത്താലോ എന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയും പൈസ പിരിവിട്ട് 1 സെന്റ് ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾക്കൊരു 4 സെന്റ് ഇപ്പോൾ സ്പോൺസർ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 5 സെന്റിൻ്റെ പൈസ 1 ലക്ഷം രൂപ വെച്ച് അതും ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു 8 ലക്ഷത്തോളം രൂപ നമ്മൾ കൂപ്പണിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പറഞ്ഞത് 10 ലക്ഷമാണെങ്കിലും ഞങ്ങൾ ഏകദേശം ഒരു 13 ലക്ഷത്തോളം ഇപ്പോൾ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് പൈസ കണ്ടെത്തി അത് മൊത്തം കിടക്കുന്നത് ഒരു ഏക്കർ 87 സെന്റ് സ്ഥലമാണ്. ഞങ്ങളുടെ മനസ്സിൽ അത് മൊത്തം കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് മാത്രമുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്. അത് മൊത്തം കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇത് കാണുന്ന നല്ലവരായ ജനങ്ങൾ ഇനിയും ഇതിലേക്ക് പറ്റാവുന്ന പോലെ എന്തെങ്കിലുമൊക്കെ തന്ന് ഞങ്ങൾക്കത് മൊത്തം, ഞങ്ങൾക്ക് മാത്രമല്ല ഈ കുട്ടികൾക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ആ ഒരു ഗ്രൗണ്ട് മൊത്തം അത് എടുത്ത് അതിൽ പല ഇതുകളും ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് ഓപ്പൺ ജിമ്മ്, ഷട്ടിൽ കോർട്ട്, വോളിബോൾ കോർട്ട്, ഫുട്ബോൾ, ക്രിക്കറ്റ് എല്ലാം കളിക്കാവുന്ന രീതിയിലേക്ക് അത് ആക്കി തരാനായിട്ട് ബാക്കിയുള്ള MLA MP ഫണ്ടൊക്കെ ഉപയോഗിച്ച് അതെല്ലാം റെഡിയാക്കി തരണമെന്ന് ഞങ്ങൾക്ക് ഒരു അപേക്ഷയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പൊതു കളിസ്ഥലം, ആ കളിസ്ഥലം രൂപീകരിക്കുന്നതിന് വേണ്ടി ഇവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്താണ്. ഈ സ്ഥലം നമുക്കറിയാം, ഈ സ്ഥലം മൊത്തത്തിൽ 1 ഏക്കർ 87 സെൻറ്റോളം വരുന്ന ഒരു പ്ലോട്ടാണ്. ഈ പ്ലോട്ടിൽ ഇപ്പോൾ 50 സെൻറ്റിൻ്റെ തീറാണ് ഇപ്പോൾ ആദ്യം നടക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ യുവാക്കളും പഞ്ചായത്തും ഒക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പഞ്ചായത്തിൻ്റെ ഫണ്ട് സ്വരൂപീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ മറ്റ് സംഘടനകൾ, നിറ്റജലാറ്റിൻ പോലുള്ള കമ്പനികൾ ഇതൊക്കെ ഇവിടെ സഹകരിക്കുന്നുണ്ട്. കാടുകുറ്റി സർവീസ് സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം സഹകരിക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ച സംഭവം, ഇവിടുത്തെ യൂത്തിനോട് ഒരു ചലഞ്ച് വെച്ചു. നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. 10 ലക്ഷം എന്ന് പറഞ്ഞെങ്കിലും അവർ ഏകദേശം 13 ലക്ഷത്തിൻ്റെ അടുത്ത് സ്വരൂപിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സെൻറ്റ് സ്ഥലം ഉൾപ്പെടെയാണ് 8 ലക്ഷം രൂപയോളം വരുന്ന തുക കൂപ്പണിലൂടെയും അതുകൂടാതെ 1 സെൻറ്റ് സ്ഥലവും പിന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നാടിൻ്റെ ഒരു യഥാർത്ഥ രാഷ്ട്രീയം. നല്ല രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ഈ യുവാക്കൾ ഈ പ്രവർത്തനം ഈ 50 സെൻറ്റ് സ്ഥലം മേടിക്കാനായിട്ട് ഒരുപാട് പണം വരും. അപ്പോൾ അതിൽ അവർക്ക് യൂത്തിന് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഘടകം അവർ ഭംഗിയായിട്ട് ചെയ്തു. ഇനിയും ഇതിന് ആവശ്യമുണ്ട്. കാരണം ഈ 50 സെൻറ്റ് സ്ഥലം കിട്ടിക്കൊണ്ട് ഒരു ഗ്രൗണ്ട് പൂർത്തിയാവും എന്നുള്ളത് കളിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ അറിയാം. 50 സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഗെയിമുകളൊന്നും സാധിക്കില്ല. പക്ഷേ ഇതൊരു വലിയ ഒരു സന്നദ്ധ ഒരു പ്രവർത്തനം, ഒരു വലിയ പദ്ധതിയായിട്ട് പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കണം. നമുക്കറിയാം കേരള ഗവൺമെൻറ് എല്ലാ പഞ്ചായത്തുകളിലും പൊതു കളിസ്ഥലം എന്നുള്ള ആശയം പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ആ ആശയം എവിടെയും സമ്പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷേ കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ അത് നടപ്പിലാക്കാൻ സാധിക്കും. ഇവിടെ ഭരണസമിതിയും അതുപോലെ തന്നെ ഇവിടുത്തെ ജനകീയ സമിതി ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം ചേർന്ന് ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ഫ്ലോട്ട് ഈ ഇത്രയും സ്ഥലം മുഴുവനായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് അതൊക്കെ നടത്താനായിട്ട് സാധിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ സാധിക്കും. ഇപ്പോൾ അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ കാടുകുറ്റിയിലെ യുവത. തീർച്ചയായിട്ടും എല്ലാ നാട്ടുകാരും ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹകരണങ്ങൾ നൽകണം. ഒരു നാട്ടിലൊരു ഗ്രൗണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ലഹരി വ്യാപനത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. 18 വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരെ അവരെ മുഴുവൻ സർഗാത്മകതയും തകർത്ത് കളയുന്ന രീതിയിൽ രാസലഹരി വലയം പ്രാപിച്ചു കഴിഞ്ഞു. പക്ഷേ അവിടെയൊക്കെ ഒരു നാട്ടിലൊരു പൊതു കളിസ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കളിക്കാൻ വരുന്ന സമയമെങ്കിലും തീർച്ചയായിട്ടും നാടിനോട് ചേർന്ന് നിൽക്കും, മറ്റ് ലഹരിയിലേക്ക് പോകാതിരിക്കും. അതുകൊണ്ട് ഭാവി തലമുറയെ കണ്ടുകൊണ്ട് തന്നെ ഇവിടുത്തെ യുവജനതയും ഇവിടുത്തെ പഞ്ചായത്തും അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകൾ ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ മുഴുവൻ കാടുകുറ്റിക്കാരും അതോടൊപ്പം തന്നെ കാടുകുറ്റിക്ക് പുറത്തുനിന്നുള്ള ആളുകളും ഈ ഒരു പദ്ധതിയിൽ സഹകരിച്ച് എനിക്ക് തോന്നുന്നു ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ആദ്യമായിട്ട് തനത് കളിസ്ഥലം രൂപീകരിക്കുന്ന ഒരു പഞ്ചായത്ത് കാടുകുറ്റി പഞ്ചായത്തായിട്ട് മാറട്ടെ. അതിനുള്ള മുഴുവൻ ഇടപെടലും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും വിജയഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.